പ്രവചനം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി മതി. ആ ഒരു പദമാ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കായിട്ട് ചിന്തിക്കുവാൻ ശരണപ്പെടുന്നത്. അവന് അത്ഭുത മന്ത്രി. വേദപുസ്തകം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടെ അവിടെ അടങ്ങിയിരി. നീ ഇഞ്ഞുവാ, ഇവിടെ ഫ്രണ്ട് വന്നിരി. നീ ഇവിടെ വന്നി അവിടെ അവനോടിരുന്നോളൂ. അപ്പോൾ വേദപുസ്തകം ധ്യാനിക്കുന്ന, പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വാക്യം ആരെ പറ്റിയാ രേഖപ്പെടുത്തിയിരിക്കുന്നെന്ന് ബോധ്യപ്പെട്ട് കാണും. വിശേഷിച്ച് ക്രൈസ്തവരായ ദൈവത്തെ ഭജിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി ഇത് ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നെന്ന്. ആരെ പറ്റിയാ? ശൂന്ന് വെക്കാതെ ഉറക്കെ പറ. യേശുക്രിസ്തുവിനെ പറ്റിയ. ഈ സ്തോത്രമൊക്കെ പറയാന്നെങ്കിൽ നന്നായിട്ട് പറഞ്ഞോണം, ഉച്ചാരണ ശുദ്ധിയോടെ. ഇവിടെ കണ്ട് ശൂന്നൊന്നും പറഞ്ഞേക്കരുത്, എല്ലാം ക്ലിയർ ആയിരിക്കണം. ചാനോടെ പോവാ. ഓക്കെ. അപ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ജനിക്കുന്നതിന്, അല്ലെങ്കിൽ അവിടുത്തെ തിരുപ്പിറവിക്ക് 1700 വർഷം മുമ്പ്, ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ പ്രവചനക്കുന്നിൽ കയറി പ്രവചനാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി അത് ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. വേദപഠിതാക്കൾ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്നാണ്. എന്താ സുവിശേഷം? അത് യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ആ സുവിശേഷമാണ് യെശയ്യാവ് 1700 വർഷം മുമ്പ് ക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് മുൻപ് പ്രവചിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് വേദ ചിന്തകന്മാര് ഒരു വിശേഷണ പദം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പ്രവാചകന്മാർക്ക് അങ്ങനല്ല, ലോക പ്രശസ്ത പ്രവാചകൻ, അങ്ങനെ അത്ഭുത വര സിദ്ധിയുള്ളയാള്, അങ്ങനെയൊക്കെ ഇപ്പം ഓരോ വിശേഷണങ്ങൾ. ബന്ധനമടിക്കുന്ന പ്രവാചകൻ, പുള്ളി അതിന്റെ സ്പെഷ്യലിസ്റ്റ്. തകിട് എടുക്കുന്ന പ്രവാചകൻ, പുള്ളി തകിടുമായിട്ട് രാവിലെ ഇറങ്ങും. പുള്ളി തന്നെയാ വെക്കുന്നത്. പുള്ളി തന്നെ പണ്ട് നമ്മൾ സ്കൂളിലെ 1-ാം ക്ലാസ്സിലാന്ന് തോന്നുന്നൊരു പാഠമുണ്ട്. കോഴിയമ്മ തന്നെ നെല്ല് കൊത്തി, കോഴിയമ്മ തന്നെ അത് പൊളിച്ചു, കോഴിയമ്മ തന്നെ പൊടിച്ചു, കോഴിയമ്മ തന്നെ കുഴച്ചു, കോഴിയമ്മ തന്നെ അപ്പം ഉണ്ടാക്കി, കോഴിയമ്മ തന്നെ തിന്നു. അതാ തകിടെടുക്കുന്ന പുള്ളി. തകിടുമായിട്ട് രാവിലെ ഒരു 10-15 തകിടുമായിട്ട് പെരയ്ക്കകത്ത് നിന്നിറങ്ങും. പൊട്ട് പിടിച്ച പെണ്ണുങ്ങളെ കളിപ്പിക്കും. പുള്ളി തന്നെ ഇത് എടുത്തേച്ച് വരന്തേണ്ട തങ്കെ ഒരു തകിട്, തങ്കയുടെ തന്നെ 1-2 വിട്ട് പറപ്പിക്കും. എത്ര വീട്ടിൽ പോയി ജോലി ചെയ്ത് ഇച്ചിരി നന്മ കിട്ടിയ അത് തട്ടിപ്പുകാരന് കൊടുത്തേച്ച് തങ്ക അവൻ പോകുന്നത് നോക്കി നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നുമില്ല. അപ്പൊ ഇപ്പോഴത്തെ പ്രവാചകന്മാരില്ല അങ്ങനെ. എന്നാൽ യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം സുവിശേഷ പ്രവാചകനാണ്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷ, എന്റെ ഭാഷയിൽ വചനത്തെ കൂട്ടുപിടിച്ചാൽ അവിടുത്തെ കന്നിപ്രസംഗം, അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അവിടുത്തെ ശുശ്രൂഷയുടെ വശങ്ങൾ, എന്തിനേറെ അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ. യെശയ്യാപ്രവചനം 53 അത് തന്നെയാണല്ലോ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവിടുത്തെ തിരുമരണം,
അവിടുത്തെ അടക്കം, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ വിഷയം, അവിടുത്തെ സ്വർഗാരോഹണം. നീ പിന്നെ എവിടെ പോവാ? അവിടുത്തെ സ്വർഗാരോഹണം, തിരിച്ച് തിരുസഭയെ ചേർക്കാനുള്ള വരവ്, പിന്നെ മഹാപീഠ കാലയളവ്, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം പ്രവചനാത്മാവിൽ കണ്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. സ്തോത്രം. അതുകൊണ്ടാണ് വേദ പഠിതാക്കൾ ഇദ്ദേഹത്തിന് സുവിശേഷ പ്രവാചകൻ എന്ന് ഒരു വിശേഷണ പദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സുവിശേഷ പ്രവാചകനാകുന്ന യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തക്കെടുത്തത്. അതിലെ ഒരു പദമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പറ്റി 9:6 പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി ചെറിയ ഒരു സബ്ജക്റ്റ്, അത്ഭുത മന്ത്രിയാകുന്ന ക്രിസ്തു, അതിശയം പ്രവർത്തിക്കുന്ന ക്രിസ്തു. സ്തോത്രം. പണ്ട് മാനോഹയുടെ അടുക്കൽ ദൂതൻ വന്നു. അപ്പോൾ ആദ്യം വന്നത് അമ്മാമ്മയുടെ അടുക്കലാ വന്നേ. ഈ അമ്മ അല്ലെ ഈ സഹോദരി ഒരു നല്ല സഹോദരിയാ. ദൂതം വന്ന് പോയ കാര്യം മാനോഹ വന്നപ്പോ പറഞ്ഞു. അച്ഛാനില്ലാഞ്ഞപ്പോ ഇന്നതുപോലൊരു ദൂതൻ വന്നു, കാര്യമൊക്കെ പറഞ്ഞു. വേറെ പെണ്ണുങ്ങൾ അന്ന് മിണ്ടുകയല്ല, നീ പറയരുത് ഞാനും പറയല, നീ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല, അച്ഛനുള്ളപ്പോ ഇങ്ങോട്ട് വരികയെ. അല്ല, ചിലടത്ത് അച്ചായന്മാരും കണക്കാ. എന്നാൽ ഈ സ്ത്രീ ഒരു നല്ല മാന്യ വനിതയാ. അച്ചായൻ വന്നപ്പോ പറഞ്ഞില്ല, അച്ഛാ ദൂതൻ ഇവിടെ വന്നു, കാര്യമൊക്കെ പറഞ്ഞു വെച്ചു പോയി. ചുരുക്കി പറഞ്ഞാൽ അത് എപ്പോഴാ വന്നെന്ന് ചോദിച്ചു. അത് ഇന്നലെ വന്നു. എന്തിനാണ് ഞാൻ എന്റെ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. ഒടുവിൽ മാനോഹിക്കും ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞപ്പം ദൂതനോട് ചോദിച്ചു, ആട്ടെ നീ ഇത്ര കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മള് ഇപ്പം വളരെ അടുത്ത് ഇടപെട്ട് പരിചിതരായി, പേരെന്നാന്ന് ചോദിച്ചു. പേരെന്താ? അപ്പൊ പറഞ്ഞ പേരെന്നാ? പേരെന്നാ? ഉഞ്ഞുഞ്ഞൂട്ടിയോ? ദൂതൻ പേര് പറഞ്ഞില്ലേ? യോടി ഗബ്രിയേലോ? പിന്നെ നിന്റെ പേര് ചോദിക്കും പറഞ്ഞ അത് അതിശയം, അത് അതിശയമാണ്. ചർച്ച് ഓഫ് ഗോഡുകാർക്ക് ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുന്നില്ല. അതിശയം അത് PAV സാംസാറിന്റെ പിതാവ് ART അതിശയം, അരുമനായകൻ ദേശമണി തങ്കയ്യ അതിശയം, അത് വേറെ അതിശയം, ഇത് വേറൊരു അതിശയം. അപ്പോൾ അത് പറഞ്ഞ് എന്റെ പേര് അതിശയമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അതിശയമാകുന്ന യേശുക്രിസ്തു അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അത്ഭുത മന്ത്രിയെ പറ്റിയാണ് ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും
ദന്തം കൊണ്ടുള്ള ചന്തമേറും രാജധാനി ദന്തം കൊണ്ടുള്ള ചന്തമേറും രാജധാനി ദന്തം കൊണ്ടുള്ള ചന്തമേറും രാജധാനി സ്വാന്തബോധം വരുത്തുന്നല്ലോ നീനകനിജം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം സാന്ത്വബോധം വരുത്തുന്നല്ലോ നീനകനിജം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ മനസ്സുയരുന്നതോ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോട്ടറിയിടും ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോട്ടറിയിടും അന്തപുരത്തിലെ രാജി ചന്തമേറും ശോഭമൂലം 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 അന്തപുരത്തിലെ രാജി ചന്തമേറും അന്തപുരത്തിലെ രാജി ചന്തമേറും ശോഭമൂലം എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ മനസ്സുയരുന്നതോ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു ചിന്മയരാജനെ കുറിച്ചു
ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി. ഇനി അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത്ഭുത മന്ത്രി അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയായ അതിശയം പ്രവർത്തിക്കുന്ന നസറായൻ ഈ യോഗത്തിന്റെ നടുവിലുണ്ട്. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അത്ഭുത മന്ത്രി അവിടുത്തെ നടുവിൽ വരും. ഇന്ന് രാത്രി അവിടുത്തെ മകനീയ സാന്നിധ്യമുള്ളത് ഓർത്ത് ദൈവത്തിന് മഹത്വം. നമ്മുടെ നാട്ടിൽ മന്ത്രിമാര് ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രി, ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി, ആഭ്യന്തര മന്ത്രി. അത് മുഖ്യമന്ത്രി കൂടാന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായം നേരത്തെ മന്ത്രിസഭയിലെ ശൈലജ ടീച്ചറെയും MM മണിയെയും ജി സുധാകരനെയൊക്കെ മന്ത്രിയാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നെന്ന് എൻ്റെ അഭിപ്രായം. മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ഒരഭിപ്രായവും ഇല്ല. അല്ല, നമ്മുടെ അഭിപ്രായമൊന്നും ചെലവാകുകയില്ല. കാരണം അവര് കുറച്ചുകൂടെ പരിചയ സമ്പന്നരായിരുന്നു, നന്നായിരുന്നെന്ന എൻ്റെ അഭിപ്രായം. എനിക്ക് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അഭിപ്രായമുണ്ട്, ഇല്ലയോ? അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടുണ്ട്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർകൾ, അതുപോലെ തന്നെ തത്തുല്യമായ പദവി വഹിക്കുന്ന പല ബഹുമാനരായ ക്യാബിനറ്റ് മന്ത്രിമാർ, റെയിൽവേയുടെ വകുപ്പ് നോക്കുന്നവര്, ആരോഗ്യ വകുപ്പ് നോക്കുന്നവര്, പിന്നെ ഓരോ സംസ്ഥാനത്തിലും മുഖ്യമന്ത്രിമാരും ഭരണാധിപന്മാരും. മറ്റു രാജ്യങ്ങളിലും മന്ത്രിമാരുണ്ട്. എന്നാൽ ഇന്ന് വരെ ഈ ഭൂമിയിൽ ഒരത്ഭുത മന്ത്രി ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകൾ കേരള മുഖ്യമന്ത്രിക്ക് സാധാരണ നാട്ടിലൊരു ചൊല്ല് ഇരട്ടച്ചങ്കെന്ന, പക്ഷെ പുള്ളി അത്ഭുത മന്ത്രിയല്ല, ആകാൻ ഒക്കത്തുമില്ല. കോൺഗ്രസിന്റെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു K. കരുണാകരൻ. ആള് നീളക്കുറവാമ്പയിൽ നല്ല കൂർമ്മബുദ്ധിക്കാരനാണ്, പക്ഷെ അദ്ദേഹവും അത്ഭുത മന്ത്രിയല്ലായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ പ്രഗത്ഭനായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തമുള്ള കുടുംബത്തിൽ പിറന്നതാണ്, ജ്ഞാനമുള്ളയാണ്, കമ്മ്യൂണിസത്തിന്റെ വളരെ കറതീർന്ന വക്താവായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാൻ ജനം, കേരള ജനത ഒരു കാലത്ത് ഉറങ്ങുക. അമ്മേ വലിയ അക്രമ ഇതിനകത്ത് വന്നിരുന്ന് നീ ഉറങ്ങുന്നത്. ഇവരാരും അത്ഭുത മന്ത്രിയല്ല. അത്ഭുത മന്ത്രിയായിട്ട് ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി അത്ഭുത മന്ത്രി നമ്മുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള സർവജ്ഞനായ ദൈവം. ഇന്ന് ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ശുഭപാസ്റ്റർ കൂടെ എന്നോട് പറയും ദീർഘമായിട്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും അങ്ങ് ദീർഘമാക്കും, അതുകൊണ്ട് പിന്നെ അത് കൂടെ പറയണ്ടെന്നാ പുള്ളി പറയുന്നത്. ദൈവത്തിൽ ഞാൻ പിന്നെ വണ്ടിക്കകത്തിരുന്നൊരു ചെറിയ കാര്യം പറഞ്ഞ അവിടുത്തെ അന്തരീക്ഷം പോലായിരിക്കുമെന്ന്. ഇപ്പൊ ഈ ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അധികം ദീർഘമാകുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, നീ കൂടെ എഴുന്നേറ്റ് ഓടി നടക്കുന്നത്. ഫാൻ വേണോ അതോ വേണ്ടേ? അവിടെ ഇരുന്നോ. അപ്പോൾ യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്.
അത് തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്നാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. ആ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച 21-35 ആദ്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിച്ചേ. മൈക്ക് കൂടെ വായിക്കണം. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. അപ്പൊ അത്ഭുത മന്ത്രിയാകുന്ന യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിരവധിയുണ്ട്. 1-2 അത്ഭുതം ചെയ്തേച്ച് പരുവക്കേട് പിടിച്ചു പോയ ആളല്ല യേശു. അവിടുന്ന് നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു രോഗിയെ സൗഖ്യമാക്കി അത് കൂടെ കാണിച്ച് നടക്കുകയല്ലായിരുന്നു യേശു. ചെന്നെടുത്തെല്ലാം സൗഖ്യമാണ്. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ അവിടെ ഇവിടെ 1-2 രോഗി സൗഖ്യമാക്കി. അത് ഇവരുടെ മെച്ചം കൊണ്ടല്ലേ ദൈവം അത്ഭുതം ചെയ്യുന്നത്. പിന്നെ അത് കൂടെ കാണിച്ചാണ് യവന്മാരുടെ കളം മൂപ്പിക്കുന്നത്. എന്നാൽ യേശു അങ്ങനല്ല. ചെന്നെടുത്തെല്ലാം രോഗികൾ സൗഖ്യം. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ യേശു സൗഖ്യമാക്കി. മരിച്ച അനേക പ്രിയപ്പെട്ടവരെ യേശു ഉയർപ്പിച്ചു. അനേക കുഷ്ഠരോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തു. അനേക മുടന്തർ മാനിനെ പോലെ തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തി. ഊമർക്ക് സംസാരശേഷി അവിടുന്ന് കൊടുത്തു. ചെകിടർക്ക് കേൾവി അവിടുന്ന് കൊടുത്തു. എന്ന് വേണ്ട സകല ദീനങ്ങൾക്കും പൊറുതി വരുത്തി. അപ്പോൾ നിരവധി അത്ഭുതം യേശു ചെയ്തിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാ, അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങകത്തില്ല. അപ്പോൾ എല്ലാം എഴുതിയിട്ടില്ല. കടഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനാ എല്ലാം രേഖപ്പെടുത്താതെ ചിലത് മാത്രം രേഖപ്പെടുത്തിയത്? അതെന്തിനാണെന്ന് അതിന്റെ ആൻസർ 20-ാം അധ്യായത്തിന്റെ 30 കിടപ്പുണ്ട്. വായിച്ച് 20-30 മൈക്ക് കൂടെ വായിക്കേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ഈ മൈക്ക് കൂടെ വായിക്കുന്ന പറഞ്ഞ് നമുക്ക് ഇവിടെ കേൾക്കാം. ദൂരത്തിരിക്കുന്നവർക്ക് കേൾക്കണമെങ്കിൽ മൈക്ക് കൂടെ വായിച്ചെങ്കിലേ കേൾക്കും. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു ചെയ്ത ധാരാളം അത്ഭുതമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ 30-ാം വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു. അതെല്ലാം ഒന്നും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം രേഖപ്പെടുത്തിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ കടഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതെന്തിനെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ച് തലയാട്ടി പോയാ പോരാ. വിശ്വാസത്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനാണ് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് അത്ഭുത മന്ത്രി. അതെ, നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, വിശേഷിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കറിയാം. പിള്ളേര് പറയണം, യേശു ക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം. നീ കുനിഞ്ഞിരുന്നാ നിന്നോട് ചോദിക്കാലെന്ന് ഓർത്താണ്. യേശു ആദ്യം ചെയ്ത അത്ഭുതം ഏതാ? യേശു ആദ്യം ചെയ്ത, നീ അവിടെ ഇല്ലായിരുന്നെന്നറിയാം.
എന്നാലും വേദപുസ്തകത്തിലുണ്ട്. യേശു ആദ്യം ചെയ്ത അത്ഭുതം ഒന്നും ചെയ്തില്ലേ? പിള്ളേരാരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരാ പറഞ്ഞേ? നീ അത് പറഞ്ഞാ ചെയ്ത് പുറകെ പോയി ഇവിടെ പോടാ. ഇവിടെ മിടുക്കൻ, നിന്റെ അമ്മ പറഞ്ഞു തന്നാന്ന് എനിക്കറിയാം. എന്നാലും നീ ചാടി പറഞ്ഞല്ലോ. ദൈവം ഒന്ന് ഞാൻ ജയിക്കട്ടെ. ഇനി അടുത്തത് അമ്മയോടാ ചോദ്യം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം, കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ. മൈക്ക് കൂടെ വായിക്കേ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാമണിയെ കനിവേണം ദിനവും, കരുണാനിധിയെ കനിവേണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാമണിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ക്രിസ്തുയേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആ ഒരു വാക്യം പിടിച്ചാണ് ക്രിസ്ത്യാനികളെന്ന് നാമം പറഞ്ഞ് നടക്കുന്ന അച്ചായന്മാരെല്ലാം അടിച്ച് കിറങ്ങി. സ്തോത്രം. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അവിടെ 100 മാവിൽ നമുക്കൊരു ബാറ്, കൂടുതലും ബാറുമൊക്കെ ക്രിസ്ത്യാനികളുമൊക്കെ ഇപ്പം ക്രിസ്ത്യാനിയല്ല, ആ പള്ളിയിൽ പോകുന്നതേ ഉള്ളൂ, ക്രിസ്ത്യാനിയൊന്നുമല്ല. ആട്ടെ, വരുമ്പം പോലെ നമുക്ക് ആ ഭാഗത്ത് വരാം. അപ്പൊ ആദ്യത്തെ അത്ഭുതം, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ഇത് സംഭവിക്കാൻ കാരണം അത് പണ്ടത്തെ ഒരു പ്രവചനം നിറവേറിയതാ. ഈ കാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഗലീലയിലെ കാനായിൽ ഈ പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി തീർക്കുന്നത് പണ്ടത്തെ പ്രവചനം ഒന്ന് നിറവേറിയതാ. കാരണം ഈ ആശേർ ഗോത്രത്തിന് പണ്ട് ദൈവം യാക്കോബിൽ കൂടി അനുഗ്രഹ വചസ് കൊടുത്തു. നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സ്വാദ് ഭോജനം കൊടുക്കുമെന്ന. വായിച്ചേ, ഉൽപ്പത്തി 49-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, ആശേരോ അവന്റെ ആഹാരം